മക്കളെ, നിങ്ങൾ RRB NTPC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന വീഡിയോയുടെ ഓരോ സ്ലൈഡും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമ്മൾ NTPC പരീക്ഷയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ മാത്സ്, റീസണിങ് സബ്ജക്റ്റുകളൊക്കെ എപ്പോഴും നല്ല സ്കോർ മിക്ക ഉദ്യോഗാർത്ഥികളും സ്കോർ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് എപ്പോഴും നമ്മുടെ GK സബ്ജക്ട്സ് ആയിരിക്കും. GK സബ്ജക്ട്സ് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അത് എങ്ങനെയൊക്കെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സിലബസ് ആണെന്നൊന്നും ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് എന്തുമാത്രം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, എന്തുമാത്രം ഹാൻഡ് പിക്ക് ചെയ്ത് ഓരോ ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്മാർട്ട് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ GK സബ്ജക്ട്സ്. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോൾ NTPC പരീക്ഷയ്ക്ക് ഇതുപോലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ലാസ്റ്റ് ഒരു 15 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ടോപ്പിക്കുകൾ ഉണ്ട്. അത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്സ് പഠിച്ചു തുടങ്ങാനായിട്ട് പാടുള്ളൂ. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഏതൊരു NTPC എക്സാമിനേഷൻ ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിൽ നിന്നും ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ ഓരോ സബ്ജക്ട്സിൽ നിന്നും ഇതുപോലെ ഓരോ ചോദ്യമായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മാർക്ക് നമുക്ക് GKക്ക് ഈസിലി നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മക്കളെ, GK പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്മാർട്ട് ആയിട്ട് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. സിലബസ് ഒന്നും വായിച്ച് അതിൽ ഓരോ ടോപ്പിക്സ് ഒന്നും എടുത്ത് പഠിക്കാനായിട്ട് നിൽക്കല്ലേ. അപ്പൊ നിങ്ങൾ PYQ ഒക്കെ അനലൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഇനി അങ്ങോട്ടേക്ക് ഏത് ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പൊ ഞാൻ എടുത്തു പറയുന്നു, ഈ പറയാൻ പോകുന്ന ഒരു 50ഓളം ടോപ്പിക്സുകൾ ഉണ്ട്. ഇതാണ് നിരന്തരമായിട്ട് ലാസ്റ്റ് ഒരു 15 വർഷമായിട്ട് NTPC പരീക്ഷയ്ക്ക് നിരന്തരമായിട്ടും റിപ്പീറ്റഡ് ആയിട്ടും ഓരോ ഷിഫ്റ്റുകളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സബ്ജക്ട് ഞാൻ എടുക്കുകയാണ് നമ്മുടെ പൊളിറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത്രയും കട്ടിയുള്ള ലക്ഷ്മികാന്ത് വായിക്കാനോ അതല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ആർട്ടിക്കിളും ഒക്കെ എടുത്ത് പഠിക്കാനോ ഒന്നും പോവാൻ നിൽക്കല്ലേ. നിങ്ങൾ ജസ്റ്റ് മിയർലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് പൊളിറ്റിയിൽ ചില ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതാദ്യം പഠിക്കുക. അതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് റൗണ്ടിലേക്കാണ് പൊളിറ്റിയുടെ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കേണ്ടത്. അപ്പൊ മക്കളെ, ഞാൻ പറഞ്ഞു തരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടും റെഗുലർ ആയിട്ടും ചോദിച്ചു വരുന്ന ആർട്ടിക്കിളുകളും അതുപോലെ തന്നെ പാർട്ടും ഷെഡ്യൂളുകളൊക്കെ ഏത് തന്നെയാണ്. ഒന്നാമത്തെ ആർട്ടിക്കിൾ 32 സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് കോർട്ടുകൾക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. അതുപോലെ ആർട്ടിക്കിൾ 226 സെയിം തന്നെ നമ്മുടെ ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ, ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 51A ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. DPSPസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റിട്ടുകൾ, ഏതൊക്കെ റിട്ടുകളാണ്, ഹേബിയസ് കോർപ്പസ് എന്താണ്, മാൻഡബസ് എന്താണ്, സെർഷ്യോററി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 371 നമ്മുടെ സ്പെഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കൂടാതെ ഷെഡ്യൂൾ 1, 2, 3. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പൊളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ആർട്ടിക്കിളും ഷെഡ്യൂളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ അതല്ലാതെ ഒരു ആർട്ടിക്കിളും ഷെഡ്യൂളും പഠിച്ചു തുടങ്ങാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം എഫേർട്ട് നിങ്ങൾ ഇടേണ്ടി വരും. ഇത് ആദ്യമേ പഠിക്കണം. ഇത്രയും സാധനം ആദ്യം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ള ആർട്ടിക്കിളോ ഷെഡ്യൂളോ എന്ത് വേണേൽ നമുക്ക് പഠിക്കാലോ. ഇത്രയും ഭാഗം ആദ്യമേ പഠിക്കുക. കൂടാതെ നമ്മുടെ 9, 10 ഷെഡ്യൂളുകൾ നമ്മൾ ഓൾറെഡി അമെന്റ്മെന്റ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. നമുക്ക് പഞ്ചായത്ത് രാജ് എന്നൊരു പോർഷനും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. പിന്നെ നമ്മുടെ പാർലമെന്റായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രെങ്ത്, പാർലമെന്റിന്റെ സ്ട്രെങ്ത് നിരന്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ മണി ബില്ല്, ആർട്ടിക്കിൾ 110 പ്രകാരമുള്ള മണി ബില്ല് ലോകസഭയിൽ മാത്രമാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയിരിക്കുക. പിന്നെ പ്രസിഡന്റിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് നമുക്കറിയാവുന്ന പോലെ 35 വയസ്സ് തികഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതെന്തായാലും നോക്കി വെച്ചേക്കാം. ഒരു ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ 324 അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും നോക്കി വെച്ചാൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് PYക്ക് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ ഓരോന്നും സബ് ടോപ്പിക് ആയിട്ട് എടുത്തെടുത്ത് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ PYക്ക് ഒന്ന് എടുത്ത് നോക്കാം. അതായത് ഇത്രയും പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നുള്ള PYക്ക് മാത്രം ഒന്ന് വായിച്ചു വെക്കാം. അതിനുശേഷം വരുന്ന നമ്മുടെ എമർജൻസി പ്രൊവിഷൻസ് വരുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 352, 356, 360 ഫിനാൻഷ്യൽ എമർജൻസി, 362 നാഷണൽ എമർജൻസി. അപ്പൊ ഇതൊക്കെ ഈ ആർട്ടിക്കിൾസ് ഒക്കെ എന്താണ്? 352, 360, 356 മൂന്ന് ആർട്ടിക്കിളും സ്ഥിരമായിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമാണ് പൊളിറ്റിന്ന്. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഷെഡ്യൂൾ 8 ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതുകൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഒഫീഷ്യൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി ഹിസ്റ്ററിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പാരാവാരം പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി.
ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. വെറുതെ പഠിച്ച് സമയം കളയാനായിട്ട് നിൽക്കല്ലേ. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് മാത്രം വായിച്ചു പോക്കോ. വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്ന മതി ഹിസ്റ്ററി. അതല്ലാതെ നിങ്ങൾ ചില ഫാക്ടുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ഫാക്റ്റും ഇയറും ഓരോ രാജാവിന്റെയും കാലഘട്ടമൊക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് പാസ് ആവലുണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ വല്ല ഹിസ്റ്റോറിയനൊക്കെ ആവാനായിട്ട് പറ്റും. അപ്പൊ മക്കളെ ഹിസ്റ്ററിയിലേക്ക് കടന്നു കഴിയുമ്പോൾ ഞാൻ ഓരോ ടോപ്പിക് ആയിട്ട് എടുത്ത് പറഞ്ഞുതരാം. ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിക്കണമെന്നുള്ളത്. അപ്പൊ ഞാൻ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ എടുത്ത് പറയുന്നത് ഇതേ രീതി തന്നെയാണ്. നമ്മുടെ സ്റ്റോറേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രോണോളജി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ക്രോണോളജി എന്ന് പറഞ്ഞാൽ ആദ്യം പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്, ഇതിന്റെ ക്രോണോളജി. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നിരന്തരമായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ടൂൾസ്, ഓരോ ഏരിയയിലും ചില ടൂൾസുകൾ ഉണ്ട്. ഇപ്പോ മീസോലിത്തിക്കിലേക്ക് വരുമ്പോൾ ഫ്ലേക്ക്, അതുപോലെ തന്നെ മൈക്രോലിത്തുകൾ, അങ്ങനെ കുറച്ച് ടൂളുകൾ ഓരോ ഇറക്കും സ്പെസിഫിക് ആയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ടൂളുകൾ ഏതൊക്കെ ഇറയിലാണ് ഉപയോഗിച്ചിരുന്നത് മാത്രം പഠിച്ചാൽ മതി. അതല്ലാതെ ഒരു 10 കണക്കിന് ടൂൾസ് നമുക്ക് ഓരോ ഇറയിലും പഠിക്കാനുണ്ടാവും. അതൊന്നും എടുത്ത് പഠിക്കാൻ നിൽക്കല്ലേ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മൈക്രോ ലിത്തുകൾ അതുപോലെ ഫ്ലേക്കുകളൊക്കെ ഏതിലാണ് ഉള്ളതെന്ന് പഠിച്ചിരിക്കുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചത് നിയോലിത്തിക് പീരീഡിലല്ലേ. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ആ ടോപ്പിക് കഴിഞ്ഞു. 4-5 പോയിന്റ് തീർക്കണം. അങ്ങനെ വേണം ഹിസ്റ്ററി പഠിക്കാൻ. 4-5 പോയിന്റ് കൂടുതൽ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിച്ച സമയങ്ങളല്ലേ. IVC നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് സൈറ്റുകളാണ്. ഓക്കെ, സൈറ്റുകൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5-6 സൈറ്റ് ഉണ്ട്. ആ ഒരു സൈറ്റിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ നമ്മുടെ ഹാരപ്പ, മൊഹൻജദാരോ സൈറ്റുകൾ ആരാണ് എക്സ്കവേറ്റ് ചെയ്തത്, ഏത് വർഷത്തിലായിരുന്നു എക്സ്കവേറ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കീ ഫീച്ചേഴ്സ്, എന്തെങ്കിലും നമ്മുടെ അർബൻ പ്ലാനിങ് അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സ് കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. അടുത്തത് ബുദ്ധിസവും ജൈനിസമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബർത്ത് പ്ലേസ്, അതുപോലെ തന്നെ സിംബൽസ്, ഫെസ്റ്റിവൽസ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ മുഗൾ എംപയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നോക്കേണ്ടത് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ആ ബാബർ വന്ന ഒരു കാലഘട്ടം, അത് ഇമ്പോർട്ടന്റ് ആണ്. ബാറ്റിൽ ഓഫ് കാൻവ നോക്കിയിരിക്കുക, ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നോക്കിയിരിക്കുക. കൂടാതെ ഓരോ ഡൈനാസ്റ്റീസിന്റെയും ഓർഡർ പഠിച്ചിരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി ഇത് പറയാനായിട്ടുള്ളത് നമ്മുടെ ടൈറ്റിൽസ് ആണ്. ഓക്കെ, പ്രധാനമായിട്ട് വരുന്ന ടൈറ്റിൽസ് കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതായത് ഓരോ രാജാക്കന്മാരെയും പല പല പേരുകളിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ടൈറ്റിൽസ് കൂടി ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മുഗൾ എംപയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റായി. സുൽത്താനേറ്റിലും ഇതേ പരിപാടി തന്നെ ചെയ്താൽ മതി. പിന്നെ മറ്റത് ബ്രിട്ടീഷുകാരുടെ ആക്ടും പോളിസീസും. നമുക്കറിയാവുന്ന പോലെ 1773 ആക്ടിലാണ് സുപ്രീം കോർട്ട് വന്നത്, ഗവർണർ ജനറൽ വന്നത്. അങ്ങനെ ഓരോ ആക്ടിന്റെയും 1-2 പോയിന്റുകൾ ഉണ്ട്. അത് മാത്രം പഠിച്ചു വെക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ചെയ്യാം. അപ്പൊ ആ 1-2 പോയിന്റ് മാത്രം ഓരോ ആക്ടിലും പഠിച്ചു വെച്ചിരിക്കുക. അടുത്തത് ഗാന്ധിയൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സിവിൽ ഡിസൊബീഡിയൻസ്, നോൺ കോപ്പറേഷൻ, ക്വിറ്റ് ഇന്ത്യ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഏത് കോൺഗ്രസ് സെഷനിൽ പാസ്സായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ INC ഫൗണ്ട് ചെയ്ത സമയത്ത് 1885 കാര്യങ്ങൾ, ആ AO ഹ്യൂമിന്റെ ഒക്കെ സമയത്തുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പ്രസിഡന്റുകൾ. ഇപ്പൊ ഗാന്ധിജി ആകെ ചെയർ ചെയ്തത് ഒറ്റ സെഷൻ മാത്രമാണ്. ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആയിട്ടുള്ള പ്രസിഡന്റ് ആരായിരുന്നു, അതുപോലെ തന്നെ വുമൺ പ്രസിഡന്റ് ആയിരുന്നു ആനി ബെസന്റ്, സരോജിനി നായിഡു. ആ രീതിയിലുള്ള ഡിഫറൻസ് ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യത്തെ സെഷനിൽ. പിന്നെ നമ്മുടെ ഫ്രീഡം പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് ആരായിരുന്നു INC പ്രസിഡന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിരിക്കുക. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് മാത്രം. നമ്മുടെ നാഗ്പൂർ സെഷൻ, അതേപോലെ തന്നെ ഫത്തേപൂർ സെഷൻ, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ മാത്രം ഒന്ന് നോക്കി വെച്ചിരിക്കുക. അടുത്തത് ഗവർണർ ജനറൽസിലേക്കും വൈസ്രോയ്സിലേക്കും കടന്നു കഴിഞ്ഞാൽ ലോർഡ് കേഴ്സന്റെ സമയത്തും അതുപോലെ തന്നെ ലോർഡ് കാനിങ്ങും രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. RRB നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2 ഫേവറേറ്റ് വൈസ്രോയ്സ് ആണ് ഇവര്. അപ്പൊ ഇവരുടെ കാര്യം നോക്കി വെച്ചിരിക്കുക. കൂടാതെ ഫേമസ് ആയിട്ടുള്ള ബുക്സുകൾ, ഇപ്പൊ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ ബുക്സുകൾ ഉണ്ട്. അതുപോലെ സ്ലോഗൻസ്, ഇപ്പൊ തിലകിന്റെ ഒക്കെ ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻസും കുറച്ച് റിഫോം മൂവ്മെന്റ്സിന്റെ കാര്യങ്ങളും. ഇത്രയും നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാധനം സ്കിപ്പ് ചെയ്യാൻ പറ്റി. ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റ നോളജ് തോന്നും വായിച്ചു നോക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ഓക്കെ ഇതിപ്പോ ഹിസ്റ്ററി മുഴുവൻ പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ എത്രയോ സംഭവങ്ങൾ സ്കിപ്പ് ചെയ്ത്, മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് വേസ് സ്കിപ്പ് ചെയ്തു. അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് ഡയറക്ട്ലി സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും. ആദ്യത്തെ റൗണ്ടിൽ നിങ്ങളൊന്നും പഠിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് പയ്യെ ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു തുടങ്ങിയാൽ മതി. ആദ്യം പഠിക്കേണ്ടത് എപ്പോഴും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതാണ് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. എക്കണോമിക്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് നീതി ആയോഗ്, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ പഠിച്ചിരിക്കുക, 5 ഇയർ പ്ലാൻ പഠിച്ചിരിക്കുക. ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. ഇപ്പൊ നിങ്ങൾ GST ഒന്നും ഇല്ലെന്നൊന്നും വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ടാക്സ്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കേണ്ട. ഇത് എപ്പോഴും മോസ്റ്റ് റിപ്പീറ്റഡ് അല്ല. പക്ഷെ നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഒന്ന് പഠിച്ചിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ സാധനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 5 ഇയർ പ്ലാനും അതുപോലെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗം പഠിക്കാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ദ മോസ്റ്റ് റിപ്പീറ്റഡ്, എല്ലാ എക്സാമിനും കണ്ടുവരുന്ന ഒരു സാധനം ദ ലേക്സുമായിട്ട് ബന്ധപ്പെട്ട്
എന്തായാലും നമുക്കൊരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് വൂളാർ ലേക്ക്, അതുപോലെ തന്നെ ദാൽ ലേക്ക്, വേമ്പനാട് കായലൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു സംഭവമാണ്. വാട്ടർഫാൾസ്, കുഞ്ഞിക്കൽ വാട്ടർഫാൾസ് ഒക്കെ ഒന്നിലധികം തവണ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ദുധ്വ വാട്ടർഫാൾസ്, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള വാട്ടർഫാൾസ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. നാഷണൽ വാട്ടർ വേസ് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ വാട്ടർ വേ 1, 2, 3 നമുക്കറിയാവുന്ന പോലെ 1, 2, 3 ഒരെണ്ണം നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപ്പൊ നാഷണൽ വാട്ടർ വേസ് നോക്കുമ്പോൾ ഈ 1, 2, 3 നാഷണൽ ഹൈവേസ് എവിടെ വഴിയാണ് കണക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഡാംസ്, ഹൈഡ്രോ പവർ പ്രൊജക്ട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. ഹിരാക്കുദ് ഡാം, ആ ഡാം ഒക്കെ ഏതിലാണ് വരുന്നത്? ചേനാബ് നദിയായിട്ട് ബന്ധപ്പെട്ടുള്ള വാട്ടർ ഹൈഡ്രോ പ്രൊജക്ട്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇപ്പൊ ഇൻഡസ് വാട്ടർ ട്രീറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ന്യൂസിലുള്ളതാണ്. പിന്നെ നമ്മുടെ റിവേഴ്സും ട്രിബ്യൂട്ടറീസും ആസ് യൂഷ്വൽ എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഗ്ലേസിയേഴ്സ്, എസ്പെഷ്യലി സിയാച്ചിൻ ഗ്ലേസിയേഴ്സ് ഹയസ്റ്റ് പോയിന്റ് ആണ് ഇന്ത്യയിലുള്ള. പിന്നെ വോൾക്കാനോസ്, എർത്ത് ക്വേക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കാര്യങ്ങൾ വേൾഡ് ജോഗ്രഫി എടുക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ടോപ്പോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് പ്ലാറ്റ്യൂസ്, മൗണ്ടൻ റേഞ്ചസ്, പിന്നെ അറ്റ്മോസ്ഫിയറിന്റെ ക്ലൈമറ്റ് ലേയേഴ്സ്, നമുക്കറിയാം ട്രോപ്പോസ്ഫിയർ, ആ ലേയേഴ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അഗ്രികൾച്ചറിന്റെ ടേംസ്, ക്രോപ്പ് റൊട്ടേഷൻ എന്താണ്, റിലേ ക്രോപ്പിംഗ് എന്താണ്, തുടങ്ങിയ കുറച്ച് ടേംസുകൾ. അപ്പൊ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്സ് ഇതൊക്കെയാണ്. അപ്പൊ വിചാരിക്കേണ്ട ഒരുപാട് ടോപ്പിക്സുകൾ ഇതിന് പുറമേ ചോദിച്ചു കണ്ടിട്ടില്ല എന്ന്. ഞാൻ പറയുന്നത് ഏറ്റവും അധികം തവണ RRB NTPC പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. പ്രോപ്പർ ആയിട്ട് കഴിഞ്ഞ ഒരു 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി സയൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്പേസ് സയൻസ്, ISRO ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. ISRO ഫൗണ്ട് ചെയ്ത വർഷം 75, പിന്നെ അവിടെ തൊട്ട് ഇങ്ങോട്ടേക്ക് ഇൻസാറ്റ് സീരീസ് വന്നിട്ടുണ്ട്, ആര്യഭട്ട, സ്പേസ് മിഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. GSLVയും BSLVയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ച്വൽ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമുക്കൊരു സ്റ്റാറ്റിക് GK പോർഷനിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഇനി ബയോളജിയിലേക്ക് വരുമ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസീസസ്, വൈറ്റമിൻ എ, നൈറ്റ് ബ്ലൈൻഡ്നസ് തുടങ്ങി നമുക്ക് ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസീസസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇൻസുലിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ബ്ലഡ് ഗ്രൂപ്പിന്റെ മിക്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന സംഭവമാണ്, അത് ഉണ്ടാവാറുണ്ട്. പിന്നെ ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺസ് സെക്രീഷൻ ചെയ്തിരിക്കുന്ന ഗ്ലാൻഡുകൾ എന്താണ്, അതിന്റെ യൂസ്, ഓക്സിറ്റോസിൻ, അങ്ങനെയുള്ള ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഡൈജസ്റ്റീവ്, റെസ്പിറേറ്ററി ഫാക്ടുകൾ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഡിസീസും അതിന്റെ വാക്സിൻസും, കൂടാതെ നമുക്ക് ഈ അടുത്ത് കണ്ടുവരുന്ന ട്രെൻഡാണ് നമ്മുടെ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള RNA, അതുപോലെ DNA, കൂടാതെ നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് മെന്റലീസ് പ്രിൻസിപ്പിൾ ഒക്കെ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത പരീക്ഷകൾക്കും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി ഫിസിക്സിന്റെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബേസിക് യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫോഴ്സ്, ഫ്രീക്വൻസി, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റുകളൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. കൂടാതെ ഇലക്ട്രിസിറ്റി പ്രോബ്ലംസ്, ഇലക്ട്രിസിറ്റി പോലെ തന്നെ നമ്മുടെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും നോക്കിയിട്ട് പോയേക്ക്. ഇലക്ട്രിസിറ്റി ആണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വരുന്നതെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് എക്സാമുകളായിട്ട് ലൈറ്റ് കൂടി കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതും അടുത്ത പരീക്ഷകൾക്ക് നമുക്ക് പ്രോബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ pH വാല്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് നോക്കാം, കെമിക്കൽ ഫോർമുലാസ്, കൂടാതെ നമ്മുടെ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ റെയിൽവേയുടെ പരീക്ഷകളിൽ കാണാനുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് സ്കോറിംഗ്, ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ അതെന്തായാലും നോക്കിയേക്കാം. നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു 6 to 12 monthsലെ കറണ്ട് അഫയേഴ്സ് തറോ ആയിരിക്കണം. നമ്മൾ എവിടെ നിന്ന് ചോദിച്ചാലും എങ്ങനെയൊക്കെ RRB ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്താലും നമ്മൾ അത് ആൻസർ ചെയ്യാൻ റെഡി ആവുന്ന രീതിയിൽ വേണം കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോകാനായിട്ട്. നമുക്ക് നമ്മുടെ ചാനലിൽ റെഗുലർ ആയിട്ട് കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഒക്കെ തരുന്നതിന്റെ കാരണം കൂടി അതാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദിച്ചാലും ശരി, കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമ്മൾ മാർക്ക് പോകാൻ പാടില്ല. ഹിസ്റ്ററിയിൽ നിന്ന് പൊക്കോട്ടെ, കുഴപ്പമില്ല. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു സംഭവമാണ്. പൊളിറ്റി വേണമെങ്കിൽ നമുക്ക് പറയാം, എവിടെ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. കറണ്ട് അഫയർ അങ്ങനെയല്ല. കറണ്ട് അഫയർ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ അതെന്തായാലും പഠിച്ചിരിക്കുക. ഗവൺമെന്റ് സ്കീംസും മിഷൻസും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ്സും അവാർഡ്സും എഗെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോയിന്റ്മെന്റ്സും അവാർഡും, കൂടാതെ സ്പോർട്സും അതിന്റെ വിന്നേഴ്സും വെന്യൂസും ആയിട്ടുള്ള സംഭവങ്ങൾ, ഇമ്പോർട്ടന്റ് ഡേയ്സും ടീമുകളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന സാധനമാണ് എൻവയോൺമെന്റ് ഡേ, യോഗ ഡേയുടെ ഒക്കെ സംഭവങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ഇൻഡെക്സസ് എഗെയിൻ നമ്മുടെ NTPC പരീക്ഷകൾക്ക് ഇൻഡെക്സസ് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ചോദിച്ചു വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഇൻഡെക്സസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തേക്കാം. അപ്പൊ മക്കളെ ഇതുപോലെ വേണം നിങ്ങൾ സ്മാർട്ട് ആയിട്ട് പഠിച്ചു പോകാനായിട്ട്. അതല്ലാതെ എല്ലാം ഇങ്ങനെ വലിച്ചു വാരി പഠിക്കാൻ നിൽക്കല്ലേ. ഞാൻ പറയും ഈ ടോപ്പിക്സ് നിങ്ങൾ ആദ്യമേ തീർക്ക്. നിങ്ങൾ ഇപ്പോൾ GK സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാ ടോപ്പിക്സ് നിങ്ങൾ ആദ്യമേ പഠിക്കും. അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ളത് കൂടി പഠിച്ചോ. കാരണം നമുക്കിപ്പോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ഓർഡർ അറേഞ്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അതല്ലാതെ ഒരു സബ്ജക്ട് ഞാൻ പഠിച്ചു തീർക്കുന്നു അതിനുശേഷം അടുത്ത സബ്ജക്ട് പഠിക്കുന്നു, അങ്ങനെ പഠിക്കല്ലേ. അത് പോസിബിൾ അല്ല. നിങ്ങൾ ഇങ്ങനെ പഠിക്കൂ.
കൂടെ നമ്മുടെ മാത്സ് റീസണിങ് അങ്ങ് പൊക്കോളും. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പഠിക്കുകയാണെങ്കിൽ മാത്സ് റീസണിങ് അതിന്റെ വഴിക്ക് പൊക്കോളും. GK-യിലാണ് നമ്മൾ എപ്പോഴും കുഴപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് നിൽക്കല്ലേ, നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോയാൽ മതി. അപ്പൊ മക്കളെ, നമുക്ക് ഈ രീതിയിൽ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് RRB NTPC പരീക്ഷ പഠിച്ച് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ RRB NTPC ബാച്ച് ലോഞ്ച് ആണ്. യാത്രി ബാച്ച് നല്ല അടിപൊളി ബാച്ചാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമുള്ള ഒരു ബാച്ചാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെന്റർഷിപ്പ്, മോക്ക് ടെസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ എന്താണ് വേണ്ടത് ആ രീതിയിലായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. അതല്ലാതെ നമ്മളൊരു സാധനം മാക്സിമം ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നു, എന്നിട്ട് നമ്മൾ പഠിപ്പിക്കാത്ത ഒന്നും വന്നില്ല എന്ന് പറയുന്നു, ആ ഒരു രീതിയല്ല. നമ്മൾ പഠിപ്പിക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു അനാലിസിസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ PYQ എടുത്ത് നോക്കിക്കോ, ഇതൊക്കെ തന്നെയാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സ്. അപ്പോൾ ഈ ഒരു രീതിക്ക് സ്മാർട്ടായിട്ട് നമ്മളോടൊപ്പം പഠിച്ചു പോകാനായിട്ട് പറ്റും. മാത്സിന്റെ റീസണിങ്ങിന്റെ ഒക്കെ നല്ല കിഡിലൻ ട്രിക്സും ടിപ്സും ഒക്കെ ഉള്ള ക്ലാസ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കൂടാതെ മക്കളെ, നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ യൂട്യൂബ് ചാനലും അതുപോലെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേണ്ട അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പല രൂപത്തിലായിട്ട് നിങ്ങളെ കൈകളിലേക്ക് എത്തിച്ച് തരുന്നതാണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സ്റ്റഡി മെറ്റീരിയൽസും ബോർഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കാം. അപ്പൊ മക്കളെ, നമ്മുടെ യാത്രി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളുടെ പഠിത്തം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. ഈ ഒരു രീതിക്ക് എപ്പോഴും സ്മാർട്ടായിട്ട് പഠിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുന്നവരല്ല, സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇത്തരം കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ കൂടുതലായിട്ട് പാസ്സായിട്ട് വരുന്നത്. അപ്പൊ മക്കളെ, നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവാ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ കഹൂത്ത് സീരീസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഹൂത്ത് സീരീസിലൊക്കെ വഴി ഇടക്കിടക്കൊക്കെ ഒന്ന് കയറി ജോയിൻ ചെയ്യുക. SSC സീരീസ് ആണെങ്കിൽ നമുക്ക് RRBക്കാർക്കും ഇടക്കിടക്കൊക്കെ യൂസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മക്കളെ, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. നല്ല രീതിക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുമെന്ന് നമ്മൾ തന്നെ ഇടയ്ക്ക് നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ ബൈ.